പുളിയിട്ട് വയ്ക്കുന്ന മീൻകറിക്കുള്ള കൂട്ടുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് മുളക് പൊടി 3½ ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, വെളുത്തുള്ളി 6 അല്ലി, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, കുടംപുളി 4 ചുള ചെറുതായി കീറിയത്, ഇഞ്ചി 1 ഇഞ്ച് നീളത്തിൽ ചെറുതായി കൊത്തിയരിഞ്ഞത്, കറിവേപ്പില 2 തണ്ട്. മൺചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാവുമ്പോൾ അതിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിടുക. അതിനുശേഷം 2 തണ്ട് കറിവേപ്പില, 8 അല്ലി വെളുത്തുള്ളി, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 പീസ് ഇഞ്ചി, കുടംപുളി, ഇത് വഴറ്റിക്കഴിഞ്ഞ് ഏതാണ്ട് ഇളം ചുവപ്പ് നിറമായി കഴിയുമ്പോൾ അതിലേക്ക് 3½ സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി, ഇത് ഇത്രയും ചെറുതായി ഒന്ന് ചൂടാക്കുക. ഇടേണ്ട അളവ് ടേബിൾ സ്പൂൺ. ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം പൊടികളൊക്കെ അതിലിട്ട് ചൂടാക്കാൻ. അങ്ങനെ ചൂടായ മുളക് പൊടിയിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. പൊടി അതിനകത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഹൈയിലാക്കുക. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് അത് തിളച്ച് വരട്ടെ. അതുവരെ തുടരുക. ചാറ് തിളച്ചു. അതിലേക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായി പെറുക്കിയിടുക. മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നന്നായി തിളയ്ക്കണം. അതിനുശേഷം ഫ്ലെയിം നമുക്ക് വീണ്ടും സിമ്മിലാക്കാം. മുളക് അരച്ച് പുരട്ടിയ കോട്ടയം സ്റ്റൈൽ മീൻ കറിക്ക് ഏറ്റവും യോജിച്ചത് നെയ്മീൻ, ആകൂലി, വറ്റ തുടങ്ങിയവയാണ്. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1/2 കിലോ നെയ്മീനാണ്. മീൻകറി മൺചട്ടി വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് കുറുകി പറ്റുമ്പോൾ സ്റ്റൗ ഓഫാക്കാം. ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ കുറുകിപ്പറ്റും. നമ്മുടെ നെയ്മീൻ കറി ഏതാണ്ട് റെഡിയായിട്ടുണ്ട്.